നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ UPI സ്കാമിനെക്കുറിച്ചാണ്. ഒരു ചെറിയ അശ്രദ്ധ, ഒരു ചെറിയ പിഴവ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പൂർണ്ണമായും കാലിയാക്കാൻ മതിയാകും. ഇത് വെറുമൊരു തട്ടിപ്പല്ല, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. എങ്ങനെയാണ് ഈ സ്കാം നടക്കുന്നത്? ആദ്യമായി നിങ്ങൾക്കൊരു അപരിചിത നമ്പറിൽ നിന്നും കോൾ വരുന്നു. അവർ ചിലപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്നോ അല്ലെങ്കിൽ UPI സപ്പോർട്ട് ടീമാണെന്നോ പരിചയപ്പെടുത്തും. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റീഫണ്ട് ലഭിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങളാകും അവർ പറയുക. വളരെ ആത്മവിശ്വാസത്തോടെയും പ്രൊഫഷണലായും സംസാരിക്കുന്നതുകൊണ്ട് ആർക്കും പെട്ടെന്ന് സംശയം തോന്നില്ല. അടുത്ത ഘട്ടം എന്താണെന്നോ? അവർ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും, അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് റിക്വസ്റ്റ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എത്തുന്നത് ഒരു വ്യാജ വെബ്സൈറ്റിലായിരിക്കും. അവിടെ നിങ്ങളുടെ UPI PIN അല്ലെങ്കിൽ OTP നൽകാൻ അവർ ആവശ്യപ്പെടും. ഏറ്റവും വലിയ അപകടം ഇവിടെയാണ്. നിങ്ങൾ ആ OTP നൽകുന്ന നിമിഷം നിങ്ങളുടെ അക്കൗണ്ടിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാകും. പിന്നീട് നിങ്ങളുടെ പണം കവരുന്നത് അവർക്ക് വെറും നിമിഷങ്ങൾ മാത്രമുള്ള കാര്യമാണ്. പലപ്പോഴും അവർ പറയും, പണം ലഭിക്കാൻ, മണി റിസീവ് ചെയ്യാൻ OTP വേണമെന്ന്. ഇത് പൂർണ്ണമായും തെറ്റാണ്. ഓർക്കുക, പണം ലഭിക്കാൻ ഒരിക്കലും OTP ആവശ്യമില്ല. പണം അയക്കുമ്പോൾ മാത്രമാണ് നമുക്ക് OTP ആവശ്യം വരുന്നത്. സുരക്ഷിതമായിരിക്കാൻ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്, OTP ഒരിക്കലും ആരുമായും പങ്കുവെക്കരുത്. രണ്ടാമത്, അപരിചിതമായ ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. മൂന്നാമത്, ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ ഷെയറിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യരുത്. നാലാമത്, അൺനോൺ പേയ്മെന്റ് റിക്വസ്റ്റുകൾ വരികയാണെങ്കിൽ ഉടൻ തന്നെ അത് റിജക്റ്റ് ചെയ്യുക. അഞ്ചാമത്, സംശയം തോന്നിയാൽ ഉടൻ നിങ്ങളുടെ ബാങ്കിന്റെ ഒഫീഷ്യൽ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കുക. പൊതുജന ശ്രദ്ധയ്ക്ക്, നിങ്ങൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ ഇത്തരം നെറ്റ്വർക്കുകളിൽ ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നത് ഒഴിവാക്കുക. ഹാക്കർമാർ നിങ്ങളുടെ വിവരങ്ങൾ ചോർത്താൻ ഇത്തരം നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചേക്കാം. എപ്പോഴും ഓർക്കുക, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും നിങ്ങളോട് ഫോണിലൂടെ OTPയോ UPI PINോ ചോദിക്കില്ല. ആരെങ്കിലും ചോദിച്ചാൽ അത് തട്ടിപ്പാണെന്ന് ഉറപ്പിക്കാം. ഈ വീഡിയോയുടെ ലക്ഷ്യം നിങ്ങളെ ഭയപ്പെടുത്തുക എന്നതല്ല, മറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ്. ടെക്നോളജി വളരുന്നതിനൊപ്പം സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡിജിറ്റലായി ജാഗ്രത പാലിക്കണം. ഈ വിവരം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ അതാണ് ഞങ്ങളുടെ വിജയം. സൈബർ സെക്യൂരിറ്റി, സ്കാം അലേർട്ടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്കെത്തും. ഇത് InfoSec Simplified. Stay secure, stay aware.